റിഗ്രറ്റ് എന്ന വാക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ദുഃഖിക്കുക, പശ്ചാത്തപിക്കുക എന്നൊക്കെയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്തു പോയി, അതിൽ പശ്ചാത്തപിക്കുക എന്ന് പറയില്ലേ, ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സങ്കടപ്പെടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇനി റിഗ്രറ്റ് എന്ന വാക്ക് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. റിഗ്രറ്റ് എന്ന വാക്ക് കഴിഞ്ഞാൽ എന്താണോ വരുന്നത് അതിനനുസരിച്ച് റിഗ്രറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് മാറും. മാത്രമല്ല അതിൻ്റെ ഉപയോഗത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട്. നമുക്ക് അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം റിഗ്രറ്റ് കഴിഞ്ഞാൽ ടു വരുന്നത്, റിഗ്രറ്റ് ടു അങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞ് വേർബിൻ്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. റിഗ്രറ്റ് ടു ഇൻഫോം, അറിയിക്കുന്നതിൽ ദുഃഖിക്കുന്നു എന്നർത്ഥത്തിൽ. റിഗ്രറ്റ് ടു സേ എന്ന് പറഞ്ഞാൽ പറയുന്നതിൽ ദുഃഖിക്കുന്നു. റിഗ്രറ്റ് ടു ടെൽ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അപ്പോൾ റിഗ്രറ്റ് കഴിഞ്ഞാൽ ടു ഉപയോഗിക്കാം, പിന്നെ വേർബ് ഉപയോഗിക്കണം. ഇപ്പോൾ ഒരു കാര്യം ഒരു ബാഡ് ന്യൂസ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ പറയുന്നതിന് മുൻപ് നമ്മൾ ഒരു മുഖവുര കൊടുക്കും അതിന്. ഓ സോറി കേട്ടോ എന്ന് പറയില്ലേ, ഐ ആം സോറി ടു ടെൽ യു എന്ന് പറയില്ലേ, അതാണ് റിഗ്രറ്റ് ഉപയോഗിക്കുന്നത്. റിഗ്രറ്റ് ടു എന്ന് ഉപയോഗിക്കുന്നത് അത് ഫോർമൽ റൈറ്റിംഗ് അതുപോലെ ഇമെയിൽസിലൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഐ റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് ദ ക്ലാസ് ഈസ് ക്യാൻസൽഡ്. ക്ലാസ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് ഒരു വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇപ്പോൾ കുട്ടികളെ അറിയിക്കുമ്പോൾ നമ്മൾ ഐ റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ്, ഐ ആം വെരി സോറി എന്നാണ് അവിടെ പറയുന്നത്. എനിക്ക് അത് പറയുന്നതിൽ ദുഃഖമുണ്ട്, ഞാൻ ദുഃഖിക്കുന്നു. ഐ റിഗ്രറ്റ്, എന്തിനാണ് റിഗ്രറ്റ് ചെയ്യുന്നത്? ടു ടെൽ യു ദാറ്റ് ദ ക്ലാസ് ഈസ് ക്യാൻസൽഡ്, ക്ലാസ് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്നാണ് മീനിങ്. റിഗ്രറ്റ് ടു ടെൽ അല്ലെങ്കിൽ ഐ റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് ദ ക്ലാസ് ഈസ് ക്യാൻസൽഡ്, നിങ്ങളെ അറിയിക്കുന്നതിൽ. റിഗ്രറ്റ് ടു ഇൻഫോം യു എന്ന് പറയുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതിൽ. സാധാരണ ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫോം, ടെൽ, സേ എന്നൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. വി റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ് യുവർ ആപ്ലിക്കേഷൻ വാസ് റിജക്റ്റഡ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്ന കാര്യം അറിയിക്കുന്നതിൽ ദുഃഖമുണ്ട്. വി റിഗ്രറ്റ്, ഐ റിഗ്രറ്റ് ടു സേ ദാറ്റ് ഐ കാൺട്ട് കം ടു യുവർ പാർട്ടി. നിൻ്റെ പാർട്ടിക്ക് എനിക്ക് വരാൻ പറ്റില്ല എന്നറിയിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ റിഗ്രറ്റ്, എന്തിനാണ്? ടു സേ ദാറ്റ് ഐ കാൺട്ട് കം ടു യുവർ പാർട്ടി. അത് വളരെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേൾക്കുന്ന ആൾക്ക്. ഇപ്പോൾ നമ്മുടെ ഒരാൾ പാർട്ടി നടത്തുമ്പോൾ അവിടെ വരില്ല എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ വല്ല ഇൻകൺവീനിയൻസ് ഉണ്ടായിട്ടാവാം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഐ റിഗ്രറ്റ് ടു സേ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അത് നല്ല ഒരു രീതിയായി. ഐ ആം സോറി ടു ടെൽ യു എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇതും. ഷീ റിഗ്രറ്റ്സ് ടു അനൗൺസ് ദാറ്റ് ഷീ ഈസ് ലിവിങ് ദ കമ്പനി. അവൾ കമ്പനിയിൽ നിന്ന് വിട്ടുപോവുകയാണ് എന്ന് അറിയിക്കുന്നതിൽ അവൾ റിഗ്രറ്റ് ചെയ്യുന്നു, അവൾ ദുഃഖിക്കുന്നു എന്നാണ്. ഇനി റിഗ്രറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു വേർബിൻ്റെ ING ഫോം വരികയാണെങ്കിൽ റിഗ്രറ്റ് ഇൻഫോമിങ്, റിഗ്രറ്റ് ഈറ്റിംഗ്, റിഗ്രറ്റ് വേസ്റ്റിംഗ്. നോക്കൂ, ഒരു വേർബിനോട് കൂടി ING ചേർത്തിരിക്കുകയാണ്, ജെറൻഡ് ഫോമാണത്. അങ്ങനെയും നമുക്ക് റിഗ്രറ്റ് ഉപയോഗിക്കാം, പക്ഷേ മീനിങ് ആകെ മാറും. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പശ്ചാത്തപിക്കും. അയ്യോ അത് ചെയ്യേണ്ടായിരുന്നു, അത് ചെയ്തു പോയല്ലോ എന്നൊക്കെ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് റിഗ്രറ്റ് പ്ലസ് വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുന്നത്. വേർബിൻ്റെ ING ഫോം എന്ന് പറയുന്നത് അതൊരു ജെറൻഡാണ്, അതൊരു ആക്ടിവിറ്റിയാണ്. ഐ റിഗ്രറ്റ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് എന്താണ്? ഭക്ഷണം കഴിക്കുക എന്ന ആക്ടിവിറ്റി ചെയ്തു പോയതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ്. ഐ റിഗ്രറ്റ് ഇൻഫോമിങ് യു എന്ന് പറഞ്ഞാൽ നിന്നെ അറിയിച്ചതിൽ ഞാൻ വിഷമിക്കുന്നു. അതായത് നിന്നെ അത് ഇൻഫോം ചെയ്യണ്ടായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നു, അപ്പോൾ ഇപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നു. അതാണ് ഐ റിഗ്രറ്റ് ഇൻഫോമിങ് യു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് എന്നുള്ളത് പറയാം. അപ്പോൾ ഒരു ചെയ്തു പോയ ഒരു കാര്യം അതല്ലെങ്കിൽ ചെയ്യാതിരുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അത് കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നത്, പശ്ചാത്തപിക്കുന്നതാണ് റിഗ്രറ്റ് പ്ലസ് വേർബിൻ്റെ ING ഫോം. ഐ റിഗ്രറ്റ് ഈറ്റിംഗ് ടു മച്ച് കേക്ക്
ലാസ്റ്റ് നൈറ്റ്, ഒരുപാട് കേക്ക് ലാസ്റ്റ് നൈറ്റ് ഞാൻ കഴിച്ചതിൽ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു. ഹീ റിഗ്രറ്റ്സ് നോട്ട് സ്റ്റഡിയിങ് ഹാർഡ് ഫോർ ദ ടെസ്റ്റ്. അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തിനാണ് പശ്ചാത്തപിക്കുന്നത്? പഠിക്കാതിരുന്നതിൽ. പഠിക്കുക എന്ന ഒരു പ്രവൃത്തി ചെയ്തില്ല. ഹീ റിഗ്രറ്റ്സ് നോട്ട് സ്റ്റഡിയിങ് ആണ്. ഇവിടെ നോട്ട് ഉപയോഗിച്ചത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് ഒരു കാര്യം ചെയ്യാതിരുന്നതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്നാണ്. പഠിക്കാതിരുന്നതിൽ ഞാൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് പശ്ചാത്തപിക്കുന്നത്. ഹി റിഗ്രറ്റ്സ് നോട്ട് സ്റ്റഡിയിങ് ഫോർ ദ ടെസ്റ്റ്. ഷീ റിഗ്രറ്റ്സ് ക്വിറ്റിംഗ് ഹെർ ജോബ്. ജോബ് വിട്ടതിൽ, ജോബ് വിട്ട് അത് കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അയ്യോ വേണ്ടായിരുന്നു എന്ന് ഒരു പശ്ചാത്താപം അവിടെയാണ്. ഷീ റിഗ്രറ്റ്സ് ക്വിറ്റിംഗ് ഹെർ ജോബ്. റിഗ്രറ്റ്സ് കഴിഞ്ഞ് ക്വിറ്റ് പ്ലസ് ING. ദേ റിഗ്രറ്റ് സെല്ലിങ് ദെയർ ഹൗസ്. സെല്ലിങ്, റിഗ്രറ്റ് ചെയ്യുന്നു. എന്തിനാണ്? സെല്ലിങ് എന്ന ഒരു ആക്ടിവിറ്റി ചെയ്തതിൽ. ഹൗസ് സെല്ല് ചെയ്തു, അതിൽ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. ദേ റിഗ്രറ്റ് സെല്ലിങ് ദെയർ ഹൗസ്. അപ്പോൾ റിഗ്രറ്റ് ടു ഡു എന്ന് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഐ എം സോറി ഐ ഹാവ് ടു ഡു ദിസ് എന്ന് പറയുന്ന സന്ദർഭങ്ങളിലാണ്. അത് പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആണ്. ഞാനിത് പറയുന്നതിൽ ക്ഷമമുണ്ട് എന്നർത്ഥത്തിൽ. അതേസമയം റിഗ്രറ്റ് ഡൂയിങ് ഉപയോഗിക്കുന്നത് പാസ്റ്റിലെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഐ ഡിഡ് സംതിങ്, അത് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്തു പോയി, പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നു. അതാണ് റിഗ്രറ്റ് പ്ലസ് ടു ഡു എന്ന് പറയുന്നതും റിഗ്രറ്റ് പ്ലസ് ഡൂയിങ് എന്ന് പറയുന്നതും. റിഗ്രറ്റ് ഡൂയിങ് ആൻഡ് റിഗ്രറ്റ് ടു ഡു, ഇത് രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ്. ഐ റിഗ്രറ്റ് ടു ടെൽ യു എന്ന് നമ്മൾ ഒരു ആളോട് പറയുമ്പോൾ നമുക്ക് ആ കേൾക്കുന്ന ആൾക്ക് വിചാരിക്കാം, ഇതൊരു വാണിംഗ് ആണ്, ഞാൻ കേൾക്കാൻ പോകുന്നത് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് എന്ന്. ഐ റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ്, ബാഡ് ന്യൂസാണ് വരുന്നതെന്ന് മനസ്സിലാവും. അതേസമയം ഐ റിഗ്രറ്റ് ടെല്ലിങ് യു എന്നാണ് പറയുന്നതെങ്കിൽ, എന്നോട് പറഞ്ഞതിൽ ഈ പറയുന്ന ആൾക്ക് വിഷമമുണ്ട്, പശ്ചാത്തപിക്കുന്നു. ഐ റിഗ്രറ്റ് ടെല്ലിങ് യു എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഐ വിഷ് ഐ ഹാഡിൻറ്റ് ടോൾഡ് യു എന്നാണ്. ഇനി നമുക്ക് കുറച്ച് സിമ്പിൾ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. ഐ ബ്ലാങ്ക് ടെൽ യുവർ ഫ്ലൈറ്റ് ഈസ് ഡിലേയ്ഡ്. നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ചെയ്യപ്പെട്ടു, അതായത് താമസിച്ചിട്ടുണ്ട്, അതായത് ലേറ്റ് ആയിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അത് ഐ റിഗ്രറ്റ് ടു ടെൽ യു ആണോ? ഐ റിഗ്രറ്റ് ടെല്ലിങ് യു ആണോ? ഇവിടെ ഒരു ബാഡ് ന്യൂസ് പറയുകയാണ്. അപ്പോൾ ഐ റിഗ്രറ്റ് ടു ടെൽ യു. ഷീ ബ്ലാങ്ക് നോട്ട് കോളിംഗ് ഹെർ മദർ ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് മദറിനെ വിളിക്കാതിരുന്നതിൽ ഇപ്പോൾ സങ്കടപ്പെടുന്നു, ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ഷീ റിഗ്രറ്റ്സ് നോട്ട് കോളിംഗ് ആണ്. അപ്പോൾ റിഗ്രറ്റ്സ് കോളിംഗ്. റിഗ്രറ്റ്സ് മാത്രം മതി, അവിടെ ടു ആവശ്യമില്ല. സോറി എബൌട്ട് പാസ്റ്റ് ആക്ഷൻ ആണ് അവിടെ. വി ബ്ലാങ്ക് ഇൻഫോം ഓൾ കസ്റ്റമേഴ്സ് ദാറ്റ് പ്രൈസസ് വിൽ ഗോ അപ്പ് നെക്സ്റ്റ് മന്ത്. പ്രൈസസ് ഒക്കെ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ഉയരും എന്ന കാര്യം കസ്റ്റമേഴ്സിനോട് പറയുന്നതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു എന്നാണ്. അവിടെ വി റിഗ്രറ്റ് ടു ആണ് വേണ്ടത്. വി റിഗ്രറ്റ് ടു ഇൻഫോം. വി റിഗ്രറ്റ് ടു ഇൻഫോം. ഹീ ബ്ലാങ്ക് ലൈങ് ടു ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട്സിനോട് നുണ പറഞ്ഞതിൽ അവൻ റിഗ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വേണ്ടത് ഹീ റിഗ്രറ്റ്സ് എന്ന് തന്നെയാണ്, ടു വേണ്ട. റിഗ്രറ്റ്സ് ലൈയിങ് ING ഫോമുള്ള വേർബാണത്. ഇനി 2 സെൻറ്റൻസസ്, അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതുക. റിഗ്രറ്റ് ടു ആണോ വേണ്ടത്, അതല്ലെങ്കിൽ റിഗ്രറ്റ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ING ഫോം ആണോ എന്ന് എഴുതുക. ദ കമ്പനി blank announce that the store is closing. Next one, I blank drinking that much coffee, now I can't sleep. അപ്പോൾ ഈ ഒരു ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.